എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാൻചോ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വാൻചോ കേക്ക് എന്ന് പറയുമ്പോൾ വാനില ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിശേഷാവസരങ്ങളിൽ നമ്മുടെ സ്വന്തം കൈകൊണ്ട് ബേക്ക് ചെയ്ത് ആ ഒരു ഒക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ സ്വന്തമായിട്ട് ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള കേക്കിൻ്റെ റെസിപ്പികൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു വാനില കേക്ക് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഉരുക്കിയ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല. അപ്പോൾ ഏത് ഇത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മളിവിടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിന് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കൈവച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ചൂട് വരുമ്പോഴത്തേക്ക് ഇത് തീയിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്ററോ യൂസ് ചെയ്യാം. നല്ല സ്പീഡിൽ തന്നെ ഇത് നന്നായിട്ട് പതയുന്ന വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊരു 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാറ്റില വെച്ചിട്ടോ വളരെ ലൈറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 9 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ്, റൗണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ബേക്കിംഗ് പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് എഗ്ഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ചേർത്ത് കൊടുത്തു. ഒരു 1/4 കപ്പ് പഞ്ചസാര, ഇത്രയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ കേക്കും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാതെ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിന് മുകളിലായിട്ട് കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് മൈദയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പം ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ, ഉപ്പ് ഒരു പിഞ്ച്, അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഒരു 2 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കട്ടയില്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2-3 തവണ നിങ്ങൾക്ക് അരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു കോഫി മിക്സറിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ തേനാണ്. കേക്ക് നല്ലൊരു സോഫ്റ്റ് ആകാനും മോയ്സ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത്. തന്നെയല്ല ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു അതിന് പകരമായിട്ട് നമുക്ക് ഹണി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മൈദയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കേക്കും 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ 2 കേക്കും തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 180 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 100 ml ഹെവി ക്രീമാണ്. ഹെവി വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 34% ഫാറ്റിൻ്റെ ആണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ ഒരു 40 സെക്കൻഡ് ഹൈ പവറിൽ നമുക്കൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഞാനിവിടെ മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മൾ കേക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫ്രോസ്റ്റിംഗ് ഒക്കെ ഉരുകിപ്പോവും. ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നേരത്തെ ചേർത്ത പോലെ തന്നെ ഒരു 100 ml ഹെവി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 40 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൈക്രോവേവിൻ്റെ പവർ അനുസരിച്ച് സമയം വേരി ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ എടുത്ത് നോക്കുക. അപ്പോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10-20 സെക്കൻഡും കൂടെ വെക്കുക. ഇത് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതും നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണ് ലെയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാനില കേക്ക് അതിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ സൈഡും ഒക്കെ നന്നായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. നല്ലൊരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു കേക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കും ഒന്ന് ട്രിം ചെയ്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പും കൂടി റെഡിയാക്കി വെക്കണം. പിന്നെ വേണ്ടത് വിപ്ഡ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 300 ml ഹെവി വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒരുപാട് ഞാൻ ഇതിന് മുൻപൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സംശയമുള്ളവർ ഒന്ന് കാണുക. അപ്പോൾ നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത് ചോക്ലേറ്റ് വിപ്ഡ് ക്രീം ആക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ വാനില ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റിങ്ങും 2 ടൈപ്പിലാണ് ഉള്ളത്. അപ്പം കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നേരത്തെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയല്ലോ, അപ്പോൾ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ മതിയാകും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു ഫ്രോസ്റ്റിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങളിങ്ങനെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി നമുക്കിതുപോലെ ഒരു ടേണിങ് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അടിയിലിട്ട് കൊടുത്തിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സ്ലൈസ് കേക്ക് വെച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമ്മൾ ബേക്കിംഗ് പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഫ്രോസ്റ്റിങ് തയ്യാറാക്കാം, ലെയർ ചെയ്യാം. അപ്പം അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മളൊരു വാനില കേക്ക് വെച്ചു. ഇനി ഈ കേക്ക് നല്ല മോയിസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് കുറച്ച് ഷുഗർ എടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ളതാണ്. അതിന് മുകളിലായിട്ട് നമ്മൾ വാനില ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും ചോക്ലേറ്റ് കേക്ക് അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കേക്ക് ഇതുപോലെ ട്രിം ചെയ്യാതെ തന്നെ ഇതിൻ്റെ ബേസ് മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് നല്ല സ്മൂത്തായിട്ട് മുകളിൽ കിട്ടും. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഇത് ഫുള്ളൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല കട്ടയായിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ ഇത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒരു സിപ്പ് ലോക്കിലാക്കി വെച്ചിട്ടുണ്ട്. സിപ്പ് ലോക്കിലോ അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലോ ആക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ കേക്കിന് മുകളിലായിട്ട് ഒഴിക്കുക. അപ്പോൾ ഈ കേക്കിൻ്റെ സ്റ്റാൻഡ് ഒരു പാത്രത്തിൽ വെക്കുക. കാരണം ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഇതിൽ നിന്ന് ഒഴുകിയിട്ട് താഴെ വീഴും. അപ്പോൾ അത് പാത്രത്തിൽ വന്നോളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള വൈറ്റ് ചോക്ലേറ്റ് എല്ലാം ഇതിൻ്റെ സൈഡിലായിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാ ഭാഗത്തേക്കും അത് ഒരേപോലെ സ്പ്രെഡായിക്കൊള്ളും. അതിന് സ്പ്രെഡായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരുമാതിരി എല്ലാ ഭാഗത്തേക്കും ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് കവറായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു സിപ്പ് ലോക്കിൽ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുളമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വര വച്ചിട്ട് നമ്മളൊരു ഇതുപോലെ ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒരു 2 മണിക്കൂർ മാക്സിമം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു സിപ്പ് ലോക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ എഴുതുന്നുണ്ട്. ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നുണ്ട്. അത് തന്നെയല്ല, കേക്കിന് മുകളിലായിട്ട് കുറച്ചുകൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാൻചോ കേക്ക് ഇവിടെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വാനിലയും ചോക്ലേറ്റും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ തന്നെ പുറമേ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇതിന് മുൻപ് റാഫെല്ലോ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള കേക്കിൻ്റെ റെസിപ്പികൾ ഈ ഒരു വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്